സിനിമ കാണാൻ പോയാലോ ഗൈസ്? ഓക്കെ പാപ്പ പോയിട്ട് വരാം. പോകാൻ അറിയുമ്പോഴത്തേക്ക് കിഡു മഴയായി കേട്ടോ. ഞങ്ങൾ രണ്ടുപേരും മാത്രമല്ല, ഞങ്ങൾ 5 പേരും കൂടിയാണ് ഫിലിമിന് പോകുന്നത്. എന്താ ഇത്? പാർക്കിലല്ല നമ്മൾ ലുലുമോളിലാ. ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു? ലുലുമോളിൽ കളിക്കാൻ പോവാന്നുള്ള പ്ലാനിലാണ് കുട്ടി വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. പക്ഷെ പോകുന്ന വഴിക്ക് അറിഞ്ഞത് ലുലുമോളിലേക്കല്ല സിനിമയ്ക്കാണ് പോകുന്നതെന്ന്. പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? ബാക്ക്ഗ്രൗണ്ടിൽ നടക്കുന്ന പൊട്ടലും ചീറ്റലും ഒക്കെ അതിൻ്റെ പാർട്ടാണ് കേട്ടോ. സിനിമയ്ക്കാണ് പോകുന്നത് എന്നുള്ളതിൻ്റെ ഒരു പ്രശ്നം ചെറുതായിട്ട് തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ കുറച്ച് കണ്ടീഷൻസിലൊക്കെ ഒപ്പുവെച്ചതിന് ശേഷം ഞങ്ങളുടെ സിനിമയ്ക്ക് വരാമെന്ന് ഇച്ചോട്ടെ സമ്മതിച്ചിരിക്കുകയാണ്. ഈ കാവടി തുള്ളി പോകുന്ന മിനിസോയിലേക്കാണ് കേട്ടോ. എന്താണ് കണ്ടീഷൻസ് എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവൾക്ക് ഇഷ്ടമുള്ളതൊക്കെ ഇന്ന് വാങ്ങിച്ചു കൊടുക്കുക എന്നുള്ളതാണ് കണ്ടീഷൻ. സോ മിനിസോയിലേക്ക് പോയാൽ അറിയാലോ, ഫുൾ ഒരു പിങ്ക് നിറമാണ്. അവളാണെങ്കിൽ ഒരു പിങ്കി ഗേളാണ്, എല്ലാം അവൾക്ക് പിങ്ക് മതി. അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ നാഗവല്ലി കണക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്നിട്ട് കുറേയൊക്കെ നോക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഫൈനലി എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സാധനങ്ങളും വാങ്ങിക്കാതെ അവിടുന്ന് തിരിച്ചിറങ്ങി എന്നുള്ളതാണ് സത്യം. ബേസിക്കലി അവളൊരു പാവം കൊച്ചാണ് കേട്ടോ. അവൾക്ക് അങ്ങനെ പ്രത്യേകിച്ച് വാശിയോ കാര്യങ്ങളോ ഒന്നുമില്ല. പക്ഷെ ഇന്ന് ഇവരോട് രണ്ടുപേരോടും കുറച്ച് പിണക്കത്തിലാണ്. കാര്യം പറഞ്ഞ വാക്ക് പാലിക്കാതെയാണ് കുട്ടീനെ കൊണ്ടുവന്നിരിക്കുന്നത് സിനിമയ്ക്ക്. അപ്പോൾ അതിൻ്റേതായ പ്രതിഷേധം അവൾക്കാവുന്ന വിധത്തിൽ അവൾ പ്രകടിപ്പിക്കുന്നുമുണ്ട്. സോ അങ്ങനെ നമ്മൾ പോവുകയാണ് ഗൈസ്. പിന്നെ ഇപ്പം ദേ ഈ പോകുന്നത് ഐസ്ക്രീം വാങ്ങിക്കാനാണ്. അവിടെയും ചെറിയ ചെറിയ പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്. ഐസ്ക്രീം വാങ്ങിക്കാനാണെങ്കിലും അവിടെയും അവൾക്ക് പിങ്ക് മതി. സ്ട്രോബെറിയാണ് അവളുടെ ഫേവറേറ്റ് എന്ന് പറയുന്നത്. പിന്നെന്തോ റെയിൻബോ കളറെന്നും ഒക്കെ പറയുന്നുണ്ട്. ആക്ച്വലി ചില സമയത്ത് ഇവളുടെ ഭാഷ എന്താണെന്നുള്ളത് നമുക്ക് മനസ്സിലാവത്ത പോലുമില്ല. പ്രത്യേകതരം ഭാഷയും ജീവിതമൊക്കെയാണ്. അങ്ങനെ നമ്മളിതേ PVRലേക്ക് കയറുവാണ്. ഫിലിമിൻ്റെ ടൈം ഏകദേശമായി. നമ്മൾ പോപ്കോൺ ഒക്കെ വാങ്ങി. സിനിമ എന്ന് പറയുമ്പോഴേ പോപ്കോൺ ആണല്ലോ. സോ പോപ്കോണൊക്കെ വാങ്ങി നമ്മൾ ഫിലിമിന് കയറുന്നു. അങ്ങനെ നമ്മൾ പറയാൻ വിട്ടുപോയി, നമ്മൾ ബ്ലാസ്റ്റ് ആണ് കേട്ടോ കാണാൻ വന്ന മൂവി എന്ന് പറയുന്നത്. അടിപൊളി ഒരു കിടു പടം കേട്ടോ. കുറച്ച് നാളുകൾക്ക് ശേഷം നല്ലൊരു പടം കാണുന്നത്. ഞാനാണെങ്കിൽ കുറച്ച് ഫീൽ ഗുഡ് മൂവിയുടെ ആളാണ്. പക്ഷേ ഇതെനിക്ക് നല്ല ഇഷ്ടമായി, നല്ല രസമുണ്ടായിരുന്നു കണ്ടിരിക്കാനായിട്ട്. അങ്ങനെ നമ്മൾ ഫിലിമൊക്കെ കഴിഞ്ഞു. ഈ ഫിലിം അവൾക്കും നന്നായിട്ട് ഫിലിം ഇഷ്ടപ്പെട്ടു കേട്ടോ. പക്ഷേ നമ്മുടെ കണ്ടീഷൻസ് ഇപ്പോഴും പെൻഡിങ് ആണ്. അതുകൊണ്ട് നേരെ അവൾ പോകുന്നത് ഹൈപ്പർ മാർക്കറ്റിലേക്കാണ്. അവൾക്ക് ആവശ്യമുള്ള സാധനങ്ങളെല്ലാം അവൾ തന്നെ പോയി വാങ്ങുന്നുണ്ട്. ഒരു ഇൻഡിപെൻഡൻറ്റ് ഗേളാണ് കേട്ടോ. എന്ത് വേണമെച്ചാൽ അവൾ തന്നെ പോയി സെർച്ച് ചെയ്തെടുത്തോളൂ. നമ്മുടെ ആവശ്യമേ വരുന്നില്ല. പ്രത്യേകിച്ച് അവൾക്ക് അങ്ങനെ വാശിയൊന്നും ഉള്ള ഒരാളല്ല. പക്ഷെ നമ്മൾ പറഞ്ഞ വാക്ക് പാലിക്കുക, അത്രേ ഉള്ളൂ. നമ്മൾ ഓൺലി 1 കണ്ടീഷനാണ് നമ്മൾ വെക്കുന്നതെങ്കിൽ ഓൺലി 1 അവൾ ചൂസ് ചെയ്യത്തുള്ളൂ. അങ്ങനെ ഒരു കുട്ടിയാണ് അവൾ. അങ്ങനെ അവളുടെ കുട്ടി ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുള്ളൊരു വരവാണ്. ഫുൾ ആറ്റിറ്റ്യൂഡിലാണ് ആൾ വരുന്നത്. അവളുടെ സാധനങ്ങളെല്ലാം അവൾക്ക് കിട്ടിയല്ലോ. അങ്ങനെ നമ്മൾ ഫിലിമൊക്കെ കഴിഞ്ഞ് പർച്ചേസൊക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. പോകുന്ന വഴിക്കും അടിപൊളി ഒരു മഴ കിട്ടി നമുക്ക്. ഇപ്പോൾ ടൈം എന്തോ 11:30 ഒക്കെ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ ഗൈസ്. ബൈ.